ബോളിവുഡിൽ വരുന്ന അവനൊരു കമ്പാക്ക് അടിക്കാൻ വേണ്ടി കോളിവുഡിലെ നമ്മുടെ വിജയ് അണ്ണന്റെ തെറിപ്പടം എടുത്ത് താറുമാറാക്കി അവരാധിച്ച പടമാണ് ബേബി ജോൺ ദ സ്പൂഫ് ഓഫ് തെറിപ്പടം. ഇതൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് വന്നാൽ കമ്പാക്ക് ആവില്ലെന്ന് വിചാരിച്ച് നമ്മുടെ സൽമാൻ ഖാനിനെയും കൊണ്ടാണ് വന്നത്. അപ്പോൾ പടം തുടങ്ങുന്നത് ഒരു കുന്നംകുളം കേരളത്തിൽ വെച്ചാണ്. അവിടെ നമ്മളെ ജോസഫ് കുരുവിളയ്ക്ക് പകരം ഒരു ബംഗാളി കുരുവിളയാണ് കാണിക്കുന്നത്. അമ്മാതിരി ലുക്കാണ് നമ്മുടെ ഹീറോയ്ക്ക്. ബംഗാളികൾ പോലും ഈ ഹീറോയുടെ മുമ്പിൽ തോറ്റുപോകും. അപ്പോഴാണ് മറ്റേ ചേസിംഗ് സീൻ വരുന്നത്. അതിൽ വിജയ് ക്ലാസ് ആയിട്ട് കാണിച്ച സാധനം കുറച്ച് ചേഞ്ച് ചെയ്ത് ബംഗാളി സ്റ്റൈലിൽ മാസ് പിടിക്കാൻ നോക്കിയത്, പക്ഷെ മൂഞ്ചിപ്പോയി. ഇതെന്താടാ കരാട്ട ക്ലാസ്? തെറിയിൽ വിജയ് മുണ്ടൊക്കെ എടുത്ത് നാടൻ സ്റ്റൈൽ വരുമ്പോൾ കാണാൻ ഒരു പക്ക കേരള സ്റ്റൈലുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയെ കാണാൻ നാടൻ ബംഗാളി സ്റ്റൈലായിട്ടുണ്ട്. അപ്പോഴേക്കും ബോളിവുഡ് പടമായോണ്ട് വെറുപ്പിക്കാൻ ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ട് വമികയെ കൊണ്ടുവന്ന് നമ്മളെ അങ്ങ് കുറച്ചു നേരം വെറുപ്പിക്കും. എന്ത് ഇത് മലയാളമോ? മലയാളം നീ ആത്തി. അങ്ങനെ റീമേക്ക് ആയതുകൊണ്ട് കുറച്ച് ചേഞ്ച് ഒക്കെ വേണമെന്ന് പറഞ്ഞ ഒരു കൊച്ചു മൊണ്ണ കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോയി മാസ് കാണിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്നും എങ്ങനെയോ ഒരു കുട്ടി രക്ഷപ്പെട്ട് വമികയുടെ കയ്യിലെത്തും. ഇത് കണ്ടത് ഇവള് കാര്യമൊന്നും അന്വേഷിക്കാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോഴേക്ക് എന്തിനാ വേണ്ടി പറഞ്ഞാൽ കേൾക്കാത്ത കൊച്ചു പെണ്ണ് ചോദിക്കാതെ ഇറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോകും. ഇത് കണ്ട് നമ്മുടെ ഹീറോ ആരും അറിയാതെ വളരെ സീക്രട്ട് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറും. അവിടെ വെച്ച് ഒരു പോലീസ് നമ്മുടെ ഹീറോയെ തൂക്കും. അപ്പോഴേക്കും മലയാളം പറയാൻ പോലും അറിഞ്ഞുകൂടാത്ത നമ്മുടെ ബംഗാളി ഹീറോ ഒരു മാസം മലയാളം ഡയലോഗ് അടിച്ച് ആ പോലീസിനെ അങ്ങ് ഫ്ലാറ്റ് ആക്കും. അയ്യോ സാറേ, ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. എന്റെ പേര് ജോൺ ഡിസിൽവ. ഇതാണ് എന്റെ നാട് സർ. ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു. ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ എന്റെ അപ്പച്ചൻ നിക്കോളാസ് ഡിസിൽവ, എന്റെ അച്ചാച്ചൻ കുരുവിള ഡിസിൽവ. ഇതിനേക്കാളും നന്നായിട്ട് പണിയെടുക്കുന്ന ബംഗാളി വരെ നല്ല വൃത്തിയായിട്ട് മലയാളം പറയടാ. ഇതെന്തോ ഒരു 5 പ്രാവശ്യം റിവിഷൻ ചെയ്തിട്ട് കാണാതെ പിടിച്ച് പറയുന്നത് പോലെ ഇരിക്കും. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മുടെ മൊണ്ണ ടീംസ് രാത്രി നേരെ ഹീറോയുടെ വീട്ടിലെത്തും. അവിടെ വെച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഹീറോയുടെ വക ഒരു കുന്നംകുളം വെർഷൻ മാസ് സീനുണ്ട്. തെറിയിൽ എല്ലാവരും അടിച്ച് ഓട്ടിക്കുവാണെങ്കിൽ ഇതിൽ നമ്മുടെ ബംഗാളി ഹീറോ എല്ലാവരും അങ്ങ് കൊടൂരമായിട്ട് പണ്ണിക്കളയും. അവിടെയാണ് നമ്മുടെ തെറിയുടെ ഫ്ലാഷ് ബാക്ക് സീനിന്റെ 144p വെർഷൻ കാണിക്കുന്നത്. ഇത് തെറിയുടെ റീമേക്ക് അല്ല, തെറിയുടെ സ്പൂഫ് പടമാണെന്ന് തോന്നുന്നു. ഇതെന്താ കൂളിംഗ് ഗ്ലാസ് വാച്ചാ? ഓ സ്റ്റൈൽ സ്റ്റൈൽ. എന്നിട്ട് അവർക്കെല്ലാവർക്കും നഴ്സറി പിള്ളേർക്ക് പാട്ട് പാടി കൊടുക്കുന്നത് പോലെ പഠിപ്പിച്ചു കൊടുക്കും. Twinkle, twinkle, little star, how I wonder what you are. Above the world so high, like a diamond in the sky. ഈ അവരാധ ഫ്ലാഷ് ബാക്കിന് ഒരു കൊടൂര വില്ലൻ വേണമല്ലോ, അതുകൊണ്ട് വില്ലൻ കൊടൂരമായിട്ട് പാട്ടൊക്കെ പാടിയാണ് ആൾക്കാരെ കൊല്ലുന്നത്. ഇതൊന്നും പാറാഞ്ഞിട്ട് കുറച്ചും കൂടി കൊടൂരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വില്ലന്റെ എനിമിയുടെ കയ്യിൽ കത്തി കൊടുത്തിട്ട് കഴുത്തിൽ വരെ വെച്ചിട്ടും ആ പൊട്ടൻ വില്ലന്റെ കഴുത്തിൽ ഒരു കുത്തു പോലും കുത്തൂല. മാസ് ബിൽഡപ്പാണ് ഉദ്ദേശിച്ചെങ്കിലും പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കണോ കരയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴാണ് അടുത്ത് ക്യൂട്ട്നെസ് ഇട്ട് വെറുപ്പിക്കാൻ വേണ്ടി നമ്മുടെ കീർത്തി വരുന്നത്. പിന്നെ ഒരു 1/2 മണിക്കൂർ ഇവർ രണ്ടുപേരുടെയും ക്രിഞ്ച് സീനാണ്. मतलब शेड वाह, अब शादी हो गई. അടുത്ത് മ്യാരകമായ വില്ലന്റെ ഒരു മ്യാരകമായ മകനെ കാണിക്കുന്നതാണ്. മകൻ കുറച്ച് നിരമ്പനാണെന്ന് കാണിക്കാൻ വേണ്ടി കഴുത്തിൽ പിടയ്ക്കുന്ന നിരമ്പൊക്കെ ടാറ്റു അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പെണ്ണ് കേസിൽ ആ മ്യാരകമായ നിരമ്പൻ വീഴും. അപ്പോഴേക്കും നമ്മുടെ ഹീറോ അവൻ അങ്ങ് കത്തിച്ചു കളയും. അങ്ങനെ ഈ തീയിൽ പഴുത്ത് കിടക്കുന്ന ഡെഡ് ബോഡി കാണാൻ വേണ്ടി നമ്മുടെ മെയിൻ വില്ലൻ വരും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ മാസ് ഡയലോഗ് അങ്ങ് അടിക്കും. जिसका नाम IPS सत्य वर्मा है. മാസാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ചിറ്റിപ്പോയി. അങ്ങനെ ഇതിന്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി വില്ലൻ നേരെ ഹീറോയുടെ വീട്ടിൽ കയറി അങ്ങ് പണി വിടും. അപ്പോൾ ഹീറോയും ഹീറോയിനും തമ്മിലുള്ള കുറച്ച് ഇമോഷണൽ അപരാധങ്ങളുണ്ട്. എന്റെ പൊന്നെ, ഇത്രയ്ക്ക് ആരെയും വെറുപ്പിക്കരുത്. ഇതെന്താ ഇവൻ കിടന്ന് ഉറങ്ങുന്നു? ബോളിവുഡിൽ ആക്ടിംഗിൽ ഒരു അവാർഡ് കൊടുക്കണമെങ്കിൽ അത് ഈ നമ്മുടെ ഹീറോയ്ക്ക് തന്നെ കൊടുക്കണം. അമ്മാതിരി മികച്ച ആക്ടിംഗ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അങ്ങനെ പടത്തിൽ കുറച്ച് സസ്പെൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വമിക ഒരു IPS ആയിരുന്നു. അതേ ഒരു മ്യാരക IPS. അങ്ങനെ ക്ലൈമാക്സിൽ നമ്മുടെ ഹീറോ വില്ലനെ കൊന്ന് പടം അങ്ങ് തീർക്കും. അപ്പോഴേക്കും എന്തിനു വേണ്ടി ക്യാമറ നമ്മുടെ സൽമാൻ ഖാൻ അങ്ങ് വരും. എന്നിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, പടം കണ്ടു തീർന്നില്ലടാ, എണീച്ച് പോടാന്ന് പറയും.